ഹമാസിന്റെ സൈനിക തലവനെ ലക്ഷ്യമിട്ട് ജൂതപ്പട ആക്രമണം നടത്തിയതിന് പിന്നാലെ വെല്ലുവിളിച്ച് ഹമാസ് തലവൻ പുറത്തേക്ക്. ഹമാസിന്റെ 5 തലകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു വാരിക്കുഴി വെട്ടുന്നത്. എന്നാൽ അത് മനസ്സിലാകാതെ തലവന്മാർ ഇരച്ചിറങ്ങുകയാണ്. IDF മുഹമ്മദ് ദെയ്ഫിനെ തീർക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതോടെ ഇതുവരെ മാളത്തിൽ ഒളിച്ച യഹിയ സിൻവർ കളത്തിലേക്ക് നേരിട്ട് വരികയാണ്. അൽഖസം ബ്രിഗേഡിന്റെ ബുദ്ധി കേന്ദ്രമാണ് മുഹമ്മദ് ദെയ്ഫ്. ഈ തല വീണാൽ ഹമാസിന്റെ ശക്തി ക്ഷയിക്കും. അതുകൊണ്ട് ദെയ്ഫിനെ സംരക്ഷിക്കാൻ യഹിയ സിൻവറിന്റെ നീക്കം. യഹിയ സിൻവറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. മുഹമ്മദ് സിൻവാറിനെ അൽഖസാം ബ്രിഗേഡിന്റെ തലവനായി നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി പാൻ അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ദെയ്ഫിനെ ജൂതപ്പടയുടെ കണ്ണിൽ നിന്ന് ഒളിപ്പിക്കാൻ മുഹമ്മദ് സിൻവാറിനെ ബലിയാടാക്കുന്നു. ഹമാസിന്റെ സതേൺ ബ്രിഗേഡിന്റെ കമാൻഡറാണ് മുഹമ്മദ് സിൻവാർ. യഹിയയും ദെയ്ഫും ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ 1000-ലധികം ആളുകളുടെ കൂട്ടക്കൊല നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായിരുന്നു. ഈ തലകൾ കൂടാതെ മറ്റു 3 തലകൾ കൂടി എടുക്കണം IDFനും മൊസാദിനും. ഇത് ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ദെയ്ഫിന് പിൻഗാമിയായി മുഹമ്മദ് സിൻവാർ ആണ് അൽഖസാം ബ്രിഗേഡിന്റെ തലവനായി വരുന്നതെങ്കിൽ ഈ സംഘം വീണ്ടും ഭീകര രൂപമാകും. കാരണം മുഹമ്മദ് സിൻവാർ വലിയ അക്രമകാരിയാണ്. ഹമാസിന്റെ സൈനിക കൗൺസിൽ അംഗമായ ഇളയ സിൻവാർ ഗാസയിൽ ഇസ്രയേൽ സേന കണ്ടെത്തിയ ഏറ്റവും വലിയ തുരങ്ക നിർമ്മാണത്തിന്റെ തലയായിരുന്നു. മുഹമ്മദ് സിൻവാർ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ്. ഇളയ സിൻവാർ 6 കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ചപ്പോൾ മുഹമ്മദ് ദെയ്ഫ് 7 എണ്ണം അതിജീവിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസിന് പടിഞ്ഞാറുള്ള അൽമവാസി മേഖലയിലായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. മുഹമ്മദ് ദെയ്ഫ് ഇവിടെ ഒളിവിൽ കഴിയുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഹമാസിന്റെ ഖാൻ യൂനൂസ് ബ്രിഗേഡ് കമാൻഡർ റഫ സലാമേഹ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദെയ്ഫ് കൊല്ലപ്പെട്ടെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതോടെ വലിയ രീതിയിൽ ഹമാസ് തലവന്മാർ ഞെട്ടി. എന്നാൽ ഇയാൾക്ക് പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന വിവരം പിന്നീട് പുറത്തേക്ക് വന്നു. ഇതിനുശേഷമാണ് യഹിയ സിൻവർ വന്ന് മുഹമ്മദ് സിൻവാർ അൽഖസം ബ്രിഗേഡിന്റെ തലവനാകുമെന്ന് പ്രഖ്യാപിച്ചത്. പാൻ അറബ് ദിനപത്രമായ അഷർക്ക് അൽ ഔസദിൽ ഞായറാഴ്ച രാവിലെ റിപ്പോർട്ട് വന്നതനുസരിച്ച് ദെയ്ഫിന്റെ മരണം സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ വിസമ്മതിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ സലാമ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇസ്രയേൽ വധശ്രമം ഉണ്ടായിട്ടും ദെയ്ഫ് സുഖമായിരിക്കുന്നുവെന്ന ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പിന്നീട് വന്ന് AFPയോട് വ്യക്തമാക്കിയിരുന്നു.